നമസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും, അതായത് ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഏറ്റവും പരമോന്നത സൈനിക നേതൃത്വവും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് വന്നു. അതൊരു നിർണായക കൂടിക്കാഴ്ചയാണ്. ഇതിനു മുൻപ് അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. അങ്ങനെ സംഭവിക്കുന്നത് യഥാർത്ഥ യുദ്ധം ഉണ്ടാകാനുള്ള ഒരു വലിയ സൂചനയായി നിരീക്ഷകർ കാണുന്ന ഒരു സംഭവമാണ്. കാരണം കമ്പൈൻഡ് ആംഡ് ഫോഴ്സസിൻ്റെ ചീഫ്, അതുപോലെ ഈ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, അതുപോലെ വ്യോമസേന മേധാവി, നാവികസേന മേധാവി, അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് ഭരണ നേതൃത്വത്തിൽ നിന്നും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇവരോടൊപ്പം തന്നെ അതിനുശേഷം കണ്ടത് NIAയുടെ ചീഫ്, അതേപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF എന്ന് വേണ്ട ആസാം റൈഫിൾസ്, സകല സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാരെയും കോൺഫിഡൻസിലെടുക്കുന്ന രാജ്നാഥ് സിംഗ് എന്ന ഡിഫൻസ് മിനിസ്റ്ററെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അതിനർത്ഥം സർവതോമുഖമായ മൾട്ടി പ്രോൺ ഒരു അറ്റാക്കിനുള്ള തയ്യാറെടുപ്പാണ്. ഒരു യുദ്ധം ഉണ്ട് എങ്കിൽ അത് കാർഗിൽ സമയത്ത് സംഭവിച്ചതുപോലെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമാകാൻ സാധ്യത കുറവാണ് എന്നാണ് വരികൾക്കിടയിലൂടെ ഈ ബിൽഡപ്പ് കാണുമ്പോൾ ആളുകൾ വായിച്ചെടുക്കുന്നത്. അങ്ങനെയാണ്. കാർഗിൽ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം സൈനിക മേധാവികൾക്കൊരു നിർദ്ദേശം നൽകി, നിങ്ങൾ സൈനികമായി നടപടികൾ എടുത്തുകൊള്ളൂ, പക്ഷെ നടപടിയെടുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ കയറി നിങ്ങൾ ആക്രമണം നടത്തേണ്ടതില്ല. ഭാരതത്തിൻ്റെ എയർ സ്പേസ്, ഭാരതത്തിൻ്റെ ലാൻഡ് സ്പേസ് ഉപയോഗിച്ച് പരമാവധി അതിർത്തി മേഖല നിങ്ങൾ സംരക്ഷിക്കുക. അതിർത്തി കടന്നെത്തിയവരെ ഒരാളെ പോലും ഭാരതത്തിനുള്ളിൽ തുടരാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെയാണ് ദ്രാസ്, ബറ്റാലിക് മേഖലകൾ, കാർഗിലെ ആ മേഖലകളിൽ നിന്നും നുഴഞ്ഞു കയറിയ ഈ തണുപ്പ് സമയത്ത് നുഴഞ്ഞു കയറി ഒളിച്ചിരുന്ന ഭീകരന്മാരെ ഇന്ത്യൻ സേന ദിവസങ്ങളോളം ആഴ്ചകളോളം എടുക്കുന്ന ഓപ്പറേഷനിലൂടെ വിജയകരമായി പുറത്താക്കി കാർഗിൽ വിജയം ആഘോഷിച്ചത്. അങ്ങനെയാണ്. അതിൽ നിന്നും വിഭിന്നമായ, ചെറിയ രീതിയിലെങ്കിലും വിഭിന്നമായ ഒരു ബിൽഡപ്പാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു നാവികസേന ബിൽഡപ്പ് കാണുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നതുമാണ്. ഇപ്പോൾ ഇതാ കുറച്ചുകൂടി ശക്തമായി നാവികസേനയുടെ ഭാഗത്തു നിന്ന് നേവി ഷെയർഡ് പിക്ചേഴ്സ്, നേവിയുടെ വെബ്സൈറ്റിൽ കുറേ പടങ്ങളൊക്കെ, അത്യന്താധുനിക കപ്പലുകളുടെ കുറേ പടങ്ങളാണ്. പേടിപ്പിക്കാൻ വേണ്ടി ഇടുന്നതാണെന്ന് വേണമെങ്കിൽ കരുതാം. ആ പടങ്ങളോടൊപ്പം ഒരു അടിക്കുറിപ്പും കൊണ്ടുണ്ട്. ഒരു ദൗത്യവും അകലെയല്ല, അത്ര വിശാലത ഒരു കടലിനുമില്ല, അതുകൊണ്ട് കടലുകൾ ഞങ്ങൾ വാഴും. പാകിസ്ഥാൻ ആകെയുള്ളത് ഒരു ചെറിയ, ഇന്ത്യക്കുള്ളതിൻ്റെ 4 പോലും കടലോരം പാകിസ്ഥാൻ ഇല്ലയെന്ന് ഓർക്കണം. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കലി, ജിയോ സ്ട്രാറ്റജിക്കലി പാകിസ്ഥാൻ കടലുമായി വലിയ സാമ്യമുള്ള രാജ്യമല്ല. കറാച്ചി തുറമുഖമുണ്ട്, കടലാണ്, സമ്മതിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ നാവികസേനയ്ക്കുള്ള ശക്തമായ വാർണിംഗായി ഈ തീരുമാനത്തെ എടുക്കാം. അതുമാത്രമല്ല, സർവ്വസന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം സേനാ നേതൃത്വത്തോട് രാഷ്ട്രീയ നേതൃത്വം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്പർ 1, രാജ്യം ഒരു മറുപടി ആഗ്രഹിക്കുന്നു. രാജ്യങ്ങളുടെ ജനം ന്യായമായ, മാതൃകാപരമായ ഒരു റെസ്പോൺസ്. പഹൽഗാമിൽ 28 ഭാരതീയരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 25 സഞ്ചാരികളുടെയും ഒരു കാശ്മീർ നിവാസിയുടെയും ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ന്യായമായ മറുപടി. പക്ഷേ ആ മറുപടി എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷേ ന്യായമായ മറുപടി വേണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നു. നമ്പർ 2, രാജ്യത്തിൻ്റെ ജനങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും, അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ, സൈന്യത്തിൻ്റെ കപ്പാസിറ്റിയിൽ, സൈന്യത്തിൻ്റെ കഴിവിൽ, സൈന്യത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൽ വിശ്വാസമുണ്ട്. അതൊരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ് മോദിയും രാജ്നാഥ് സിംഗും. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. എവിടെയാണ് തിരിച്ചടി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കേണ്ടത്, എപ്പോഴാണ് തിരിച്ചടി കൊടുക്കേണ്ടത്, എന്തായുധങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നത് ഞങ്ങൾ നിങ്ങളോട് പറയില്ല. യു ഹാവ് ദ ഫ്രീഡം. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. രാഷ്ട്രീയ നേതൃത്വം ദിശാബോധം കാട്ടുന്നു. ദ ലീഡ് ഫ്രം ദ ഫ്രണ്ട്.
അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുൻകാലങ്ങളിൽ നടത്തിയപ്പോഴും നെഹ്റു ലെഡ് ഫ്രം ദ ഫ്രണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രി ലെഡ് ഫ്രം ദ ഫ്രണ്ട്. ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ചു, വാജ്പേയി മുന്നിൽ നിന്ന് നയിച്ചു. ഇപ്പോഴിതാ നരേന്ദ്രമോദി മുന്നിൽ നിന്ന് നയിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, പാർട്ടിയില്ല. BJP വലുതാണ്, കോൺഗ്രസ് വലുതാണ്, അങ്ങനെയൊന്നുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യണോ അത് തന്നെയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുത്തു. ചില മുറിവുടുപ്പുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ചില ശബ്ദങ്ങൾ ഉണ്ടായി, അതിൽ ചില കഴമ്പുകളുമുണ്ട്. പക്ഷേ ഇതൊരു സന്നിഗ്ധ ഘട്ടമാണ്. അവിടെ പ്രധാനമന്ത്രി കാര്യക്ഷമമായ നേതൃത്വം നൽകുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ജനം വിശ്വസിക്കണം, മാധ്യമങ്ങൾ വിശ്വസിക്കണം. അതാണ് നാഷണൽ മൊറാൽ, നാഷണൽ ഒരു പ്രൈഡാണ്. അത് കൃത്യമായി ആർമിയോട് പറയുകയാണ്. ആർമിയുടെ ആത്മവീര്യവും അതുമായി ബന്ധപ്പെട്ടാണ്. ജനം 4 രീതിയിൽ സംസാരിക്കുമ്പോൾ, പ്രതിപക്ഷങ്ങളും ഭരണപക്ഷവും വ്യത്യസ്തമായ രീതിയിൽ ചിതറി നിൽക്കുമ്പോൾ ആർമിയുടെ ആത്മവീര്യം വളരെ കുറവായിരിക്കും. ആർമിക്ക് സപ്പോർട്ട് വേണം, മണി സപ്പോർട്ട് വേണം, അറേഞ്ച്മെൻറ്റ് സപ്പോർട്ട് വേണം, ബാക്കപ്പ് വേണം, ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ് വേണം. കംപ്ലീറ്റ്ലി എന്ത് ഫെയിലിയർ ആണെങ്കിലും അതും അംഗീകരിക്കാൻ തയ്യാറാകണം. കാരണം ആർമിക്ക് ചില തിരിച്ചടികളുണ്ടാകും, സൈന്യം പോർമുഖത്ത് തിരിച്ചടികളുണ്ടാകുമ്പോൾ അതും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഉണ്ടാകണം. ആ രീതിയിൽ പറയുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നടത്ത് പോയി ബോംബിടൂ എന്ന് ആരും പറയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് സേനാ മേധാവികൾക്ക് അറിയാം. അനിൽ ചൗഹാൻ എന്ന സർവ മേധാവി, 3 വിഭാഗങ്ങളുടെയും സംയുക്ത സേനാ മേധാവി, അദ്ദേഹത്തിനറിയാം. ഉപേന്ദ്ര ദ്വിവേദിക്ക് കരസേന ഏതറ്റം വരെ പോകണമെന്നറിയാം. ഇപ്പം ഏത് സേനയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അത് 3 സേനകളുടെയും സംയുക്തമായ ആക്രമണം ഉണ്ടാകുമോ? ഇത് കോർഡിനേറ്റഡ് ആണ്. തീർച്ചയായും ഇത് 3ഉം കോർഡിനേറ്റഡ് ആണ്. അതുകൊണ്ട് എവിടെയും ആക്രമണം വരാം. മുൻകാലങ്ങളിൽ കരസേനയും വ്യോമസേനയുമാണ് ആക്രമണങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെങ്കിൽ, പ്രത്യേകിച്ച് 99-ൽ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നാവികസേന ഉൾപ്പെടെ പങ്കെടുത്തു. പക്ഷേ നാവികസേനയുടെ ഒരു യുദ്ധം ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ടില്ല. അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ നീളുന്നത്. ഇനി ഒരു കാര്യം കൂടി നോക്കിയെങ്കിൽ മാത്രമേ ഇത് ശരിയാകൂ. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പിന്നിൽ നിന്ന് ഒരു പരിധിവരെ ആത്മവിശ്വാസം കൊടുക്കുകയും ഒരു പരിധിവരെ ഒരു ദിശാബോധം നൽകുകയും ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്. പലരും ഇഷ്ടപ്പെടില്ല RSSനെ, പ്രത്യേകിച്ച് പല ന്യൂനപക്ഷ വിഭാഗങ്ങളും RSSൻ്റെ നീക്കങ്ങളോട് എതിരാണ്. പക്ഷേ RSSൻ്റെ ദേശസ്നേഹത്തെ നമുക്ക് വില കുറച്ച് കാണാനുമാവില്ല. RSSന് വലിയ തോതിലുള്ള സ്വയം സേവകരുണ്ട്. കാഡർ ബെയിൽറ്റാണ്, ഡിസിപ്ലിനാണ്. അപ്പോൾ രാജ്യം ഒരു ക്രൈസിസ് അനുഭവിക്കുമ്പോൾ ഇപ്പോൾ ദേശീയത ഉയർത്തിപ്പിടിക്കുകയും ദേശസേവനത്തിന് ആഭ്യന്തരമായി ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ സന്നദ്ധ സേവനത്തിന് ഇറങ്ങേണ്ടത് പലപ്പോഴും ഗവൺമെൻറ്റിനോ മിലിറ്ററി ഫോഴ്സിനോ അത് അവരുടെ സൈന്യത്തിൻ്റെ മെഡിക്കൽ വിഭാഗത്തിനോ ഒന്നും സാധിക്കാത്ത ഇടങ്ങളിലേക്ക് എത്താൻ വോളണ്ടിയർമാരുടെ, സന്നദ്ധ ഭടന്മാരുടെ, സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യം ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് രാജ്യത്തിന് എന്ത് സേവനവും ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു ഉറപ്പ് RSSൻ്റെ സർസംഘ് ചാലക് മോഹൻ ഭഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നു. കുറച്ചു കാലമൊക്കെ RSS നേതാവ് മോഹൻ ഭഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമല്ല എന്ന ഒരു പറച്ചിൽ പിന്നാമ്പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കാര്യമായ വിജയം BJPക്ക് വിജയിച്ചു എന്ന് പറയുമ്പോഴും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകാത്തതിന് പിന്നിൽ RSSന് ചെറിയ നീരസം ഉണ്ട് എന്ന ആ ഒരു സംസാരം പൂർണ്ണമായും മായ്ച്ചു കളയുന്ന രീതിയിലാണ് RSSൻ്റെ പൂർണ്ണ പിന്തുണ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് നൽകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടാണ്. പ്രതിപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് മറുസ്വരങ്ങൾ ഉണ്ടാവരുത് എന്ന് കോൺഗ്രസിൻ്റെ ലേറ്റസ്റ്റ് ഒരു ഡിക്റ്റാറ്റ് വന്നിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്നു. യുദ്ധം കഴിയട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം എന്ന നിലപാടിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് രാജ്യം പൂർണ്ണമായി സജ്ജമാണ്, ഗിയർഡപ്പാണ് എന്ന സന്ദേശമാണ് ഈ ഒരു സീരീസ് ഓഫ് മീറ്റിങ്ങുകൾ കാണുന്നത്. അതുമാത്രമല്ല, ഏറ്റവും വൈകി നടന്ന മീറ്റിംഗാണ് ദി സൂപ്പർ ക്യാബിനറ്റ് മീറ്റിംഗ്. എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാബിനറ്റിൻ്റെ സുരക്ഷാ സമിതിയാണല്ലോ ആദ്യം ആക്രമണം നടന്ന ഉടനെ തന്നെ ക്യാബിനറ്റിൻ്റെ സുരക്ഷാകാര്യ സമിതി. ആ സുരക്ഷാകാര്യ സമിതിയിൽ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രിയുമാണ് ഈ സുരക്ഷാകാര്യ സമിതിയിലെ അംഗങ്ങൾ. പക്ഷേ സൂപ്പർ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും തന്നെ ക്യാബിനറ്റിലെ മറ്റംഗങ്ങളും കൂടെ ചേരുന്ന
ഒരു വാർ ഫുട്ടിങ്ങിലുള്ള ഒരു ക്യാബിനറ്റാണ്. ആ മീറ്റിങ്ങിൻ്റെ ഇപ്പോൾ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത ആ മീറ്റിങ്ങിൻ്റെ തീരുമാനവും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം സേനാനായകന്മാരെ കണ്ട ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ സ്പിരിറ്റ് എൻഡോഴ്സ് ചെയ്യുകയാണ്. യു ഗോ ഹെഡ്, വി ഗിവ് യു സപ്പോർട്ട് എന്ന രീതിയിൽ ഔപചാരികം. ഇന്ത്യ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു ഏകാധിപത്യ രാജ്യത്ത് ഇതൊന്നും നടക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ. ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജനങ്ങളുടെ അംഗീകാരമുള്ള ഗവൺമെൻറ് സൈന്യത്തിനെ നിയന്ത്രിക്കണം. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ സൈന്യത്തെ അറിയിക്കണം. സൈന്യത്തെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് രേഖാമൂലം ഉറപ്പ് നൽകുകയും വേണം. അപ്പോൾ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിരിക്കുന്നു. ഇനി സമയം, നേരം, സ്ഥലം ഒക്കെ സൈന്യം തീരുമാനിക്കട്ടെ. ഇനി ആക്രമിക്കണോ വേണ്ടായോ എന്ന തീരുമാനം പോലും സൈന്യത്തിനെടുക്കാം. അത് നിരന്തരമായ രാഷ്ട്രീയ നേതൃത്വവുമായി നയപരമായ വിഷയത്തിൽ ഏത് സ്ഥലത്ത് ആക്രമണം നടക്കണമെന്ന വിഷയം നയമല്ല. ആക്രമിക്കണോ വേണ്ട എന്നുള്ളതാണ് നയം. അതിൻ്റെ തോത് സൈന്യത്തിന് നിശ്ചയിക്കാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ നിമിഷത്തിൽ.